ഒരു രക്ഷയുമില്ലാതെ സ്വർണം വീണ്ടും കുതിക്കുന്നു. പൊന്നുവില വീണ്ടും കുതിച്ചു തുടങ്ങിയതോടെ ചിങ്ങത്തിൽ പവൻ വില പറക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോഴത്തെ വില നിലവാരം തുടർന്നാൽ വരും ദിവസങ്ങൾ സ്വർണ്ണവില പുതിയ റെക്കോർഡ് തൊടുമെന്ന് ഉറപ്പാണ്. പഴയ ആഭരണങ്ങൾക്കും ഡിമാൻഡ് കൂടുന്നു. ഒരു രക്ഷയുമില്ല, കൈവിട്ട പോക്ക്. ആഭരണപ്രേമികളുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി സ്വർണം വീണ്ടും കുതിക്കുന്നു. പൊന്നുവില വീണ്ടും കുതിച്ചു തുടങ്ങിയതോടെ ചിങ്ങമാസത്തിൽ പവൻ വില പറക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ആശ്വസിക്കാനും വഴിയുണ്ട്. അതായത് സ്വർണം പുനരുപയോഗിക്കാൻ കഴിയുമെന്ന ഒന്നു തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത്. ഉപഭോക്താക്കൾക്ക് പഴയ സ്വർണം പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടം കൊയ്യാനും സാധിക്കും. ഇത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. സാമ്പത്തികമായും സുസ്ഥിരവുമായ ഘടകങ്ങളുടെ സംയോജനമാണ് സ്വർണം പുനരുപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ആഭരണ വ്യവസായത്തിനപ്പുറം വലിയ നേട്ടങ്ങൾ നൽകാൻ സ്വർണം പുനരുപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായ രീതിയിൽ തന്നെ അത് ഉപയോഗിച്ചാൽ കോടികൾ നിങ്ങൾക്ക് സമ്പാദിക്കാം. സ്വർണ്ണവിലയിലെ വർധനവ് കണക്കിലെടുത്ത് ഉപഭോക്താക്കളുടെ സമീപനത്തിലും ഇപ്പോൾ മാറ്റം വരുന്നുണ്ട്. പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നതിനു പകരം നിങ്ങളുടെ കൈവശമുള്ള പഴയ ആഭരണങ്ങൾ കൈമാറ്റം ചെയ്യാനും സാമ്പത്തിക ഇടപാടുകളിൽ സ്വർണം ഉപയോഗിക്കാനും തുടങ്ങിയാൽ വലിയ ലാഭം തന്നെ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. അതായത് പുനരുപയോഗത്തിന് പുറമെ സ്വർണം വിൽക്കാതെ തന്നെ അതിൽ നിന്ന് മൂല്യം നേടാൻ കുറേയധികം അവസരങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലുള്ളത്. കൂടുതൽ ചലനാത്മകവും സാമ്പത്തികമായി ഭദ്രതയുണ്ടാക്കാനുമായി ഒരു സ്വർണ്ണ സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാൻ ഇതിലൂടെ സഹായിക്കും. അതായത് പുതിയ പദ്ധതി കുടുംബങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. നമുക്കറിയാം, സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച പ്രാദേശിക ജ്വല്ലറി വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒരുപോലെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. വില വീണ്ടും കയറാൻ തുടങ്ങിയതോടെ പുതിയ ആഭരണങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നു. പ്രധാനപ്പെട്ട വിവാഹ സീസണുകൾ വരാനിരിക്കെ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഇത്തരം ചാഞ്ചാട്ടങ്ങൾ സാധാരണക്കാർക്ക് ഒരു തലവേദന തന്നെയാണ്. വരും ദിവസങ്ങളിൽ വിപണിയിൽ ചാഞ്ചാട്ടം തുടരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും നിക്ഷേപകരും നിരക്കുകളിലെ വ്യതിയാനങ്ങൾ സൂക്ഷ്മമായി പരീക്ഷിച്ചിട്ട് വേണം ഇത് നടപ്പിലാക്കാൻ. പഴയ സ്വർണം മാറ്റിവാങ്ങുന്നവരുടെ എണ്ണത്തിലും ഇപ്പോൾ വിലക്കയറ്റം കാരണം കുറവ് വന്നിട്ടുണ്ടെന്നും രേഖകളിൽ പറയുന്നുണ്ട്. പണിക്കൂലിയിലും GST ഉൾപ്പെടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ തന്നെ 1,25,000 രൂപയ്ക്ക് മുകളിൽ വരുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും സ്വർണ്ണവില 2 ലക്ഷം വരെ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ചിലർ പറയുന്നുണ്ട്. 1,75,000 വരെയൊക്കെ സ്വർണ്ണവില ഈ വർഷം തന്നെ എത്താനും സാധ്യതയുണ്ട്. വിലക്കയറ്റത്തിലുള്ള പ്രധാന ഘടകം പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണ്. അതിനപ്പുറം കുറേയധികം ഘടകങ്ങളും സ്വർണ്ണത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലും വില നിശ്ചയിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ വലിയൊരു സംവിധാനം തന്നെ സ്വർണം വാങ്ങാൻ ആശ്വാസകരമായി വിപണിയിലുണ്ട്. 50,000 രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് സ്വർണം വാങ്ങാം. അതായത് 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, 9 ക്യാരറ്റ് ആഭരണങ്ങൾ കൂടുതലായി വിപണിയിൽ എത്തിയിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള 300 മില്ലിയുടെ 6 പിടിയുള്ള മാലകൾ വരെ ഇന്ന് വിപണിയിലുണ്ട്. ഇവയ്ക്കെല്ലാം 50,000 രൂപ വരെയൊക്കെ വില വരൂ. അങ്ങനെ നിങ്ങൾ വാങ്ങിയാൽ സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതിനാൽ ഇത് ധൈര്യമായിട്ട് വാങ്ങാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം പഴയ സ്വർണം കളയാതെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ പരിശോധിച്ച സ്വർണ്ണ ഇടപാടുകൾ നടത്താനും വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.